ആത്മനിർണയം ചെയ്യാനായിട്ട്. എന്തിനാണ് നിർണയം ചെയ്യണത്? നമുക്കിപ്പം നിർണയം ചെയ്താൽ പറ്റൂ. നമ്മളെല്ലാം ആത്മസ്വരൂപികളായിട്ട് ഇരുന്നാലും നമുക്കത് ബോധിച്ചില്ലല്ലോ, നമുക്കത് അറിയാൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ദേഹമാണ് ഞാനെന്നുള്ള അജ്ഞാനത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് എൻ്റേതാണ് ഇതെന്ന് ഭാവിച്ച് അതിലാരെങ്കിലും കടന്നു കയറി അവരോട് രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഇപ്പം നമുക്ക് നിലവിലിരിക്കുന്നത്. ഇതിനെയാണ് അജ്ഞാനമെന്ന് പറയുന്നത്. ഉഷയ്ക്കും നമ്മുടെ പറമ്പിൽ അങ്ങനെ വന്ന് വേറൊരാളൊന്ന് കടന്നു കയറി അങ്ങനെ പറയേണ്ടതെന്നൊക്കെ ചോദിക്കും. സംഭവമൊക്കെ ശരി തന്നെ, ഇതെല്ലാം വ്യവഹാര ദിശയിൽ ഇങ്ങനെ തന്നെ ചെയ്യുകയും വേണം. പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മുടെ മനസ്സ് കലങ്ങി അതിൽ ഒരു വല്ലാത്ത രീതിയിൽ, അതാണ് വിക്ഷേപം, അവിക്ഷുപ്തമായി പോകരുത്. നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യാം, അതിലൊന്നും ഒരു കുറ്റവുമില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യാൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പണ്ടൊരു സന്യാസിൻ്റെ അടുത്തൊരു പാമ്പ് ചെന്നൊരു പരാതി പറഞ്ഞ കഥ അറിയാമല്ലോ. ഞാനും മറന്നു, ഏതാണ് ചോദിക്കുന്നത് അറിയാവുന്നത്. അതായത് ഇത് പിന്നെ അതെ പറഞ്ഞു, നീ ആരെയും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പാമ്പ് എന്ത് ചെയ്തു? ആരെയും ഉപദ്രവിക്കാതെ ഒതുങ്ങിയുള്ളൂ. അപ്പോൾ അതിനെ പൊതിരെ അടിച്ചു മരണപ്രാന്തരാക്കി ഒരാളിട്ടു. അപ്പോഴത്തേനും സന്യാസി അതിലേ പോയപ്പോൾ ഇത് കണ്ടു. അപ്പോൾ സന്യാസി ചോദിച്ചു, നീ എന്തിങ്ങനെ ആയിപ്പോയത്? അത് എന്നെ സ്വാമി പറഞ്ഞല്ലോ ആരെയും ഉപദ്രവിക്കരുത്, അങ്ങനെ ഞാനിങ്ങനെ അത് സ്വാമി പറഞ്ഞതിനെ അനുസരിച്ചതാണ്. അപ്പോൾ ഒരാൾ എന്നെ അടിച്ച് കൊല്ലുന്ന വിധത്തിലാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി ചോദിച്ചു, നിൻ്റെ അടുത്ത് അവരെ ഉപദ്രവിക്കരുതെന്നല്ലേ പറഞ്ഞത്? ചീറ്റാമല്ലോ, നിനക്ക് അറിഞ്ഞൂടെ? ചീറ്റാമല്ലോ. ഇതുപോലെയാണ് ഇപ്പം ലോകത്തിൽ നമ്മൾ ഇത് സത്യബുദ്ധിയോടുകൂടി വ്യവഹരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സ് ഈ രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാവുന്നത്. ഇല്ലെങ്കിലോ മനസ്സ് ശുദ്ധമായിട്ട് തന്നെ നിന്ന് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. പറഞ്ഞില്ലേ, നമ്മൾ അനുഭവിക്കേണ്ട കർമ്മങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഈശ്വരനാണ് അയക്കുന്നത്. പ്രാരബ്ധം അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചേ തീരുള്ളൂ ഒരാൾ. അതിനെ ആരായാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ആ പ്രാരബ്ധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അനുഭവിച്ചത്. ശിശുപാലൻ നിന്ദിച്ചതും മറ്റേ ആൾ ജരാസന്ധൻ ഓടിച്ചതും എല്ലാം ആ കർമ്മ തുടർച്ചകളാണ്. പറഞ്ഞു തന്നെ കേട്ടിട്ടില്ലേ, ബാലിയെ ഒളിഞ്ഞിരുന്നു കൊന്ന അതിന് വേണ്ടിയിട്ട് ഒരു ഇതായിട്ടാണ് വന്നത്. ഏത് ഭഗവാൻ കൃഷ്ണൻ ആ ഒളിയം പേരിച്ച് മരണപ്പെടേണ്ടി വന്നു, ശരീരം പോയത്. ഇതെല്ലാം പൂർവ്വജന്മത്തിൻ്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതാണ്, വേളയാണത്. ഈ ലൈറ്റ് വന്നിട്ട് ഇതാ എല്ലാം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ തുടർച്ചയാണ്. ഒരെണ്ണം മതി. ഇത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരുന്നാൽ നമുക്ക് വരുന്ന അനുഭവങ്ങൾ എ ഓർ ബി നിമിത്തമാണ്, അല്ലാതെ അല്ല. ഒരാൾ നിമിത്തമാവും. ഇത് അവരിൽ ആരോപിച്ച് നമ്മൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യം വരില്ല. മനസ്സിലായത്? അപ്പോൾ ആത്മനിർണയം ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ ആത്മാവാണെന്ന് തിരിച്ചറിയാനാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ കാണുന്ന ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ പ്രാണനോ ഞാനല്ല. ഇതിനെല്ലാം വിലക്ഷണമായിട്ട് ആ ചൈതന്യ വിശേഷത്തെയാണ് ഞാൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് ഇപ്പോൾ അത് ഒരാവരണത്താൽ മറഞ്ഞിരിക്കുകയാണ്. ഒരു തിരശീലയിട്ട് മറച്ചതുപോലെയാണ് ഓരോരുത്തർക്കും അവരവരുടെ സ്വരൂപം ഇരിക്കുന്നത്. ഈ ആവരണത്തെ ആർക്ക് നശിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ഗുരുവിന് മാത്രമേ ഈ ആവരണത്തെ മാറ്റാൻ പറ്റുള്ളൂ. വിക്ഷേപത്തെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പം ശിഷ്യൻ ആ വിക്ഷേപത്തെ മാറ്റിയാൽ ഗുരു ഈ ആവരണത്തെ നീക്കി ആ സ്വാത്മരൂപത്തെ വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ശിഷ്യന്മാരെന്താണ് ചെയ്യാനുള്ളത്? വിക്ഷേപത്തെ ഒഴിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഈ വിക്ഷേപം എന്തുകൊണ്ടുണ്ടാവുന്നു? ഈ ലോക സത്യബുദ്ധി കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഞാൻ ഈ ദേഹമാണെന്നും ഈ കാണപ്പെടുന്നതെല്ലാം എൻ്റേതാണെന്നും ഒക്കെയുള്ള ആ അഹംബുദ്ധി, ഇതിനെയാണ്
മമതാഭിമാനങ്ങൾ ഇതാണ് ഇതിന് കാരണം. ഇതെന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു എന്ന് വിചാരിച്ചാൽ ജന്മാന്തരങ്ങളായിട്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതാണ് നമുക്ക് ജ്ഞാനത്തിന് വിഘ്നം, ഇതാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം, പ്രതിബന്ധം എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ആര്? ശ്രുതി മാതാവ്. കാരണം അവരുടെ സന്താനങ്ങളാണ്, സന്തതി പരമ്പരകളാണ് നമ്മളെല്ലാം. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുപോലെയാണ് ആ അമ്മയ്ക്ക്, പരാശക്തി അമ്മയ്ക്ക് ഈ ജീവന്മാരെ എല്ലാം ഉദ്ധരിച്ച് ആനന്ദമുക്കുകളാക്കി മാറ്റാനുള്ള അവരുടെ ശ്രമമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ച രചന ചെയ്തിരിക്കുന്നത്. ആര്? ഈശ്വരൻ. പ്രപഞ്ച രചനയാണ് ഇതൊരു. വാസ്തവത്തിൽ ഇത് ഒരു രചനയാണ്, ഭഗവാന്റെ ഒരു മായാ ജാലമാണിത്. ഇതിനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. പക്ഷെ ബോധ്യപ്പെടുത്തപ്പെടണമെങ്കിൽ എന്ത് വേണം? ഉൾക്കാഴ്ച വേണം. അതിനാണ് ജ്ഞാനോപദേശം ചെയ്ത് ആ ഉൾക്കാഴ്ച ഉണ്ടാക്കിയത്. നമുക്കിപ്പോൾ ചിന്മയസ്വാമി പറഞ്ഞ കേട്ടിട്ടില്ലേ, ഈ തൊലിപ്പുറത്ത് ജീവൻ ഇരുന്നാൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. പക്ഷേ ഇത് സ്വല്പം കൂടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ലോകപ്രതീതി പോകും. ഇതാണ് അന്നമയ കോശം. കോശങ്ങളെന്ന് പറയുന്നത് എത്ര കോശങ്ങളുണ്ട്? 5 കോശങ്ങളാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇങ്ങനെ കോശങ്ങൾ 5. ഈ കോശങ്ങളുടെ പ്രാബല്യത എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഈ കോശങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലായിട്ടിരുന്ന് ആ ഇരിക്കുന്ന നിലയിൽ ഈ കോശങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം, വേർതിരിച്ചറിയാം. അല്ലെങ്കിലോ ഇതെല്ലാം കൂടി ഒരു അവിയൽ പരുവായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്, ആർക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ ഒരു സ്വഭാവത്തെയാണ് അവർ പറയുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മനസ്സ് എപ്പോഴും വിക്ഷുബ്ധമാണ്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കി, മനസ്സിനെ ഒന്ന് ശുദ്ധം ചെയ്താൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഒരാൾക്ക് അറിയാൻ സാധിക്കും. താൻ ആത്മാവാണെന്ന് തെളിഞ്ഞവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. ഞാൻ ആത്മാവെന്ന് തെളിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തിനാണ് താരെ? ഞാൻ ഈ കാണപ്പെടുന്ന ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ അല്ലെന്ന് ഉണർന്നവരാണ്, അല്ലെന്ന് അറിഞ്ഞവരാണ്. അപ്പോൾ ഇതെല്ലാം വേദം പറയുന്നു, ഇതെല്ലാം കേവലം ഉപാധികൾ മാത്രം. ഉപാധികൾ എന്ന് വെച്ചാൽ അർത്ഥം എന്തിനാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല, ഇത് തൊടുന്നില്ല. ഈ ആത്മവസ്തു ആ ബോധത്തിൽ, ആ അറിവിൽ ഇത് കേവലം ഒരു തോന്നലായിട്ട് ഇങ്ങനെ കാണുകയാണ്. ഒരു പിക്ചറൈസേഷനാണിത്, തോന്നലുകളായിട്ടിരിക്കുക എന്ന് ആർക്ക് അറിയാൻ സാധിക്കും? പക്ഷേ തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ആ മനസ്സ് ശാന്തമായി പിന്നെ ഈ പറഞ്ഞ കണക്ക് വിക്ഷേപം ഒഴിഞ്ഞ് നിൽക്കുന്നവർക്കറിയാം. ഈ പറഞ്ഞു കൊടുക്കുന്ന വേദം അവർക്കാണ് ഓ ഇതാണല്ലേ കാര്യമെന്ന് അവർക്കത് പിടികിട്ടും. മറ്റുള്ളവരെന്ത് പിടികിട്ടില്ല എന്ന് വിചാരിച്ച് കേൾക്കാതിരിക്കുന്നതിന് അർത്ഥമില്ല. പതുക്കെ ഇത് കേൾക്കുകയും ഇത് ചിന്തിക്കുകയും പഴകുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു വരുന്നതിനെയാണ് ശ്രവണ മനന നിധ്യാസനങ്ങളെന്ന് പറയും. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നാൽ മതി. ചിന്മയസ്വാമി പറഞ്ഞു, പതുക്കെ ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ട് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അനുഭവം ഉണ്ടായി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുവിനോട് തർക്കിക്കാൻ പാടില്ല. ഗുരു പറയുന്നതിനെ ചൊന്നത് കേൾപ്പായാകിൽ തുടർഭവം തൊലയുമെന്റാ. ചൊന്നത് കേൾപ്പായാകിൽ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, ഗുരു പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ജനന മരണ സംസാര ദുഃഖം തീരും. കേൾക്കാൻ പറ്റുമോ? ഒരാൾക്ക് കേൾക്കാൻ പറ്റുമോ? പറ്റൂലേ? അതാണ് കാരണം, അതാണ് നമ്മുടെ ഇരിപ്പ്. അങ്ങനെ കേൾക്കാൻ പറ്റിയവരാണ് ഇതിൽ ഉത്തമന്മാരായിരിക്കുന്ന അധികാരികൾ. ചൊന്നത് കേൾപ്പായാകിൽ തുടർഭവം തൊലയുമെന്റാ. പറയുന്നത് കേൾക്കണം, അനുസരണ ഉണ്ടായിരിക്കണം. ഇതാണ് അവൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ ഇത് കേൾക്കാൻ സാധിച്ചവരുണ്ട്, അറകുറയായിട്ട് കേൾക്കാൻ സാധിച്ചവരുണ്ട്, പൂർണ്ണമായി കേൾക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആ പരമപദത്തിൽ ഇരിക്കുന്നവരായിരിക്കും. വേദത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിനെയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞതിലേക്ക് വരെയാണ്.
ഈ ആത്മാവിനെ പറ്റി പറയുമ്പോൾ ആത്മാവ് ഈ പഞ്ചകോശ വ്യതിരിക്തനാണ്, ശരീരത്രയ വിലക്ഷണനാണ്, പഞ്ചകോശ വ്യതിരിക്തനാണ്, അവസ്ഥാത്രയ സാക്ഷിയാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇങ്ങനെ 4 രൂപത്തിൽ ഇതിനെ നിർണയം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിൽ ഈ പറയുന്ന ശരീരത്രയ വിലക്ഷണവും അവസ്ഥാത്രയ സാക്ഷിത്വവും കൂടെ ചേർത്ത് അതദ്വ വൃത്തി ലക്ഷണമായിട്ട് പറയും. രണ്ടും കൂടെ ഒന്നാണ്. പഞ്ചകോശ വ്യതിരിക്തം എന്നുള്ള വേറൊരു ലക്ഷണമാണ്. ഇങ്ങനെ 4 രൂപത്തിൽ ഇതിനെ അപഗ്രഥിച്ച് വേദം നമുക്ക് പറഞ്ഞു തന്നു. ഇത് ഈ കോശങ്ങളെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, ആത്മാവിനെ കാണാൻ സാധിക്കും. ഇത് ചൈതന്യമാണ്. അതാണ് ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഈ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഈ മനസ്സിനെയൊക്കെ അതിൻ്റെ ധർമ്മങ്ങൾക്ക് കേവലം നിമിത്തമായിരിക്കുകയാണ്. അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എല്ലാത്തിനും ഇതിനെ ആശ്രയിച്ചുകൊണ്ട് മനസ്സ് അതിൻ്റെ സങ്കല്പത്തെ ചെയ്യുന്നു, ബുദ്ധി അതിൻ്റെ നിശ്ചയത്തെ ചെയ്യുന്നു, ചിത്തം അതിൻ്റെ ഓർമ്മിക്കൽ ചെയ്യുന്നു. അതതിൻ്റെ ചിത്തത്തിൻ്റെ ധർമ്മമാണത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധർമ്മമാണ് ഞാനെന്നുള്ള അഭിമാനം. അപ്പോൾ നമുക്കുണ്ടായിരുന്ന അഭിമാനം എന്ന് പറയുന്നത് ഇതാണ്, ഈ അഹങ്കാരം. ഈ അഹങ്കാരത്തെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആത്മാവല്ല ഇതൊന്നും ചെയ്യണത്. ഇതെല്ലാം ആ കരണങ്ങളുടെ പ്രവൃത്തികളാണ്. മനസ്സിലാവുന്നുണ്ടോ? കരണങ്ങളുടെ പ്രവൃത്തികളായിട്ട് ഇതിനെ പിരിച്ച് കാണുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം കൊണ്ട് എന്ത് സംഭവിക്കും? ഒരാൾ മുക്തനാവും. അപ്പം ഞാനല്ല, യഥാർത്ഥത്തിൽ ഇതെല്ലാം കരണങ്ങളുടെ തൊഴിലാണ്. ഞാനെങ്ങനെ ഇരിക്കുന്നു? ഇതിന് കേവലം സാക്ഷിയായിട്ടിരിക്കുന്നു, ഇതിനെ അറിയുന്ന ആളായിട്ട്. ഇതുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഇതാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറഞ്ഞു, ശരീരത്രയങ്ങൾക്ക് വിലക്ഷണനാണ് ഈ ആത്മാ. നമുക്കതിനെ ഒന്ന് അപഗ്രഥിച്ചാൽ നമുക്ക് ഈ 3 ശരീരമുണ്ട്. ഏതൊക്കെയാണ്? ഈ സ്ഥൂല ശരീരം, ഇതിനകത്ത് സൂക്ഷ്മ ശരീരം, അത് അതിസൂക്ഷ്മ കാരണ ശരീരം. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പറയുന്ന സ്ഥൂലമായിട്ടിരിക്കുന്നതിനെയാണ് സ്ഥൂലം. സൂക്ഷ്മം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സൂക്ഷ്മത്തിൽ ഇത് ഇരിക്കുന്ന ഒരു നിലയാണത്. ഇതിനാണ് 17 അവയവമുള്ളതാണ് സൂക്ഷ്മ ശരീരം. കാരണശരീരം എന്ന് വെച്ചാൽ അജ്ഞാനത്തിനെയാണ് കാരണശരീരമായിട്ട് പറയുന്നത്. ഇനി ഒന്നുകൂടെ പറയാം. ജീവന്മാരെല്ലാം ഗാഠനിദ്രയിൽ ഇരിക്കുകയായിരുന്നു പോലും. ഈ ഗാഠനിദ്ര എന്ന് പറയുന്നതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാവരും അജ്ഞാനത്തിൽ ഇരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ആദിമ സ്റ്റേറ്റ് അജ്ഞാനമാണ്. അജ്ഞാനം എന്ന് വെച്ചാൽ ഒന്നും അറിയാതെ കുറ്റാക്കുറ്റിരുട്ടത്ത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയാണ്, ചന്ദ്രപ്രകാശമില്ല, നക്ഷത്രപ്രകാശമില്ല, മറ്റൊരുവിധ പ്രകാശമില്ലാതെ ഇരിക്കുന്ന ഒരു നിലയിലകപ്പെട്ട് നമ്മളെല്ലാം ഇരിക്കുകയായിരുന്നു പോലും. ജീവന്മാരെല്ലാം ഈ സുഷുപ്തിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. സുഷുപ്തി എന്ന് വെച്ചാൽ അവരുടെ വാസനാ സംസ്കാരത്തെ എല്ലാം കൂടെ ചേർത്ത് ഒതുക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു. അതിൽ ജീവന്മാരെ മുക്തി അടയ്ക്കട്ടെ എന്നുള്ള ഈശ്വരൻ്റെ ഒരു സങ്കല്പമാണ് ഈ സൃഷ്ടിക്ക് നിദാനമായി വന്നത്. അതിന് അദ്ദേഹം എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതാണ് വിചാര പദ്ധതി. അത് നമുക്കിവിടെ എടുക്കാം, വായിക്കാം. കാരണം അത് നിഷ്ഠ പോലെ ചെയ്യാനുള്ളൊരു കാര്യം. ഇങ്ങനെയാണ് ഈ പ്രപഞ്ച രചന ഈശ്വരൻ ചെയ്തിരിക്കുന്നത്. ഇത് വാസ്തവമല്ല. ഇതാണ് നമുക്ക് ആദ്യം അവർ പറഞ്ഞത്. ഇതൊരു വാസ്തവമായ കാര്യമല്ല. അത് നമുക്ക് തന്നെ നിത്യം ബോധിപ്പിക്കാനായിട്ടാണ് ജാഗ്രതം, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകൾ ഇതിൽ വന്നിട്ട് പോകണം. ആണോ? ഇതിൽ ജാഗ്രതത്തിൽ മാത്രമല്ലേ ഇതിൻ്റെ അനുഭവമുള്ളൂ. സിനിമാസ്വാമി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞത്. ഒരു രാജാവ്, അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തിൽ പുറമേ കാവൽക്കാരുണ്ട്. രാജ്യത്തിൻ്റെ തന്നെ ഭടന്മാരും അവരെല്ലാം ഉണ്ട്. എല്ലാം സുരക്ഷിതമായിട്ട് രാജാവ് ഉറങ്ങുകയാണ്. രാജാവിൻ്റെ കിടക്കയിൽ തന്നെ ഈ പറഞ്ഞ വാളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. വാളും പരിചയമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴാണ് രാജാവ് രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. അയൽ രാജ്യത്തെ ആളുകൾ തന്നെ തങ്ങളെ ആക്രമിച്ച് നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുമ്പോൾ ഇദ്ദേഹം കയറി വന്ന് ഇദ്ദേഹം കിടന്നു എടുത്ത് ഓടുകയാണ് ചെയ്തത്.
അല്ലേ? ഇദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തിൽ ഇയാൾ ഓടുകയാണ് ചെയ്തത് തിരിച്ച്. കാരണം ഇതിന് തെറുത്ത് നിൽക്കാൻ ഒക്കാതെ ഓടുകയാണ് ചെയ്തത്. ഇയാൾക്ക് അവിടെ വാള് മുകളിൽ കിടന്ന് അതെടുത്ത് വെട്ടിക്കൂടായിരുന്നു. സ്വാമി ചോദിച്ചതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ തലയ്ക്ക് പാട്ട് തൂക്കിയിട്ടിരുന്ന വാളെടുത്ത് ഇയാൾക്ക് ഉപയോഗിച്ചുകൂടായിരുന്നോ? അത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ജാഗ്രത വസ്തുക്കളൊന്നും സ്വപ്ന ഇതുമായിട്ട് ബന്ധമില്ല. ഇപ്പം ജാഗ്രതയിലുള്ള ഒന്നും എടുത്ത് സ്വപ്നത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ജാഗ്രതയിലുള്ളത് മാത്രം, ജാഗ്രതയിൽ മാത്രമേ ഇത് സത്യം. സ്വപ്നത്തിൽ സത്യമല്ല ആണോ? പക്ഷേ സ്വപ്നത്തിൽ നമുക്കിപ്പോൾ എപ്പോഴും ജാഗ്രത ഇരിക്കാൻ പറ്റുമോ? നാം ആരാണ്? ആ നാം ജാഗ്രതയിൽ മാത്രമാണ് ഇരിക്കുന്നത്. സ്വപ്നത്തിൽ പോയിരിക്കും, സുഷുപ്തിയിൽ പോയിരിക്കും. ഇനിയും ഒരവസ്ഥയുണ്ട് തുര്യം. അതാണ് നമ്മൾ സൃഷ്ടിച്ച് കാണാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിൽ വന്നപ്പോൾ ആ പരിചയം എടുത്ത് വെട്ടാൻ ഇയാൾക്ക് തോന്നിയില്ല. അതിൻ്റെ അർത്ഥം ഈ പരിചയം അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? എന്നിട്ട് സ്വാമി പറയും, ജാഗ്ര വഴിയെടുത്ത് സ്വപ്നത്തിൽ കണ്ട പാമ്പിനെ തല്ലിക്കൊല്ലാൻ പറ്റില്ല. സ്വപ്നത്തിൽ കണ്ട പാമ്പിനെ തല്ലിക്കൊല്ലണമെങ്കിൽ സ്വപ്ന വഴി വെച്ചതിനേ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഓരോ അവസ്ഥയ്ക്ക് മാത്രം സത്യമായിരിക്കുന്ന ഈ പ്രാപഞ്ചികമായിരിക്കുന്ന ഈ കാര്യങ്ങൾ വിദ്യയാണ്, ഇല്ലാത്തത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തുപയോഗം? നീ 3 അവസ്ഥയിൽ പോയിട്ട് വരെയാണ്. അപ്പം നിനക്കറിഞ്ഞൂടെ ഇതിൽ ഓരോന്നിലും ഉള്ള കാര്യങ്ങൾ നിനക്കറിയാമല്ലോ. സ്വപ്നത്തിൽ നീ പറഞ്ഞില്ലേ, പിച്ചക്കാരനായിട്ട് പണ്ട് ഒരു കഥ പറഞ്ഞ് നമ്മൾ ജനമഹാരാജാവ് കണ്ട ഒരു സ്വപ്നം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു താനൊരു പിച്ചക്കാരനായിട്ട് വിശന്ന് യാചിച്ച് നടക്കുന്നതായിട്ട് അയാൾ സ്വപ്നം കണ്ടു. ആര്? ജനക മഹാരാജാവ്. അദ്ദേഹം ഉണർന്നതിന് ശേഷവും അദ്ദേഹത്തിന് ആ സ്വപ്നത്തിൽ കണ്ട ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. അദ്ദേഹം ഭ്രാന്തനെ പോലെ പറഞ്ഞു, ഇതിൽ ഏതാണ് സത്യം? ഞാൻ സ്വപ്നത്തിൽ പിച്ചക്കാരനായിട്ട് ഇരുന്നതാണോ സത്യം, അതോ ഞാൻ ഈ ജാഗ്രതയിൽ രാജാവായിട്ട് ഇപ്പോൾ ഇരിക്കുന്നതാണോ സത്യം എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷൻ തന്നെ ഉണ്ട്. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ഒരു പുലമ്പലോടുകൂടി രാജാവ് രാജ്യത്തുള്ള ആളുകളെല്ലാം വിചാരിച്ച് ഇയാൾക്ക് വട്ട് പിടിച്ചു പോയത്, എന്തോ സംതിങ് റോങ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അഷ്ടാവക്ര മുനി അതിലെ പര്യടനം ചെയ്യുക. പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാതിലുമെത്തി, അഷ്ടാവക്രൻ്റെ കാതിലുമെത്തി, ജനമഹാരാജാവിന് എന്തോ സംഭവിച്ചു, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാജധാനിയിൽ വന്നു കണ്ടപ്പോഴത്തന്നെ അറിഞ്ഞൂടെ, ജ്ഞാനികൾക്ക് അറിയാം, എല്ലാം അറിയാം. അപ്പോൾ വന്ന ഇതാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചു, രാജാവ് ചോദിക്കുകയാണ്, ഞാൻ സ്വപ്നത്തിൽ പിച്ചക്കാരനായിട്ട് ഇരുന്നത് കണ്ടു, ഇപ്പം ഞാൻ രാജാവായിട്ടിരിക്കുന്നു, ഇതിൽ ഏതാണ് സത്യം എന്നാണ് ഒന്നറിയണം, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജ്ഞാനോപദേശം ചെയ്തു. ഇതാണ് ജ്ഞാനോപദേശം വേറെ ഒന്നുമല്ല. നീ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞ ആ പിച്ചക്കാരനും സത്യമല്ല, നീ ജാഗ്രതയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാജാവും സത്യമല്ല. പക്ഷെ നീ സത്യമാണോ? നീ സത്യമാണ്, നീ സത്യമാണ്. ഇതാണ് ഉപദേശം. ഇതിനെയാണ് ജ്ഞാനോപദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നീ എന്ന് ഉദ്ദേശിച്ച ഏതിനെയാണ്? അതിനെ വേർതിരിച്ചറിയുന്ന ജ്ഞാനം. അല്ലാതെ ജാഗ്രത ഇരിക്കുന്ന രാജാവാണ് സത്യമെന്നല്ല പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട പിച്ചക്കാരനാണ് നീ എന്നുള്ളതല്ല പറഞ്ഞു കൊടുത്തത്. ഇത് രണ്ടും ഒരുപോലെ മിഥ്യയാണെന്നും ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന നീയാണ് സത്യം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കൽ നീ. ഗുരുദേവന്റെ ഇതിൽ പരമസത്യമായിരിക്കണം നീയാണ്. ആ നിന്നെ നീ പിരിച്ചറിയണം. ഏതിൽ നിന്ന്? ഈ സംഘാതങ്ങളിൽ നിന്ന്. ഇതാണ് സംഘാതമാണിത്. പറഞ്ഞില്ല, ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം കൂടെ ചേർന്ന് ആ ഉപാധികളുടെ ഇടയിൽ നിന്ന് ഇതിൽ ആ ചൈതന്യാംശത്തിനെ പിരിച്ചറിയിക്കുന്ന ഇതിനെയാണ് തത്വമസി നമ്മൾ ഉപദേശിക്കുന്നത്. തത്വമസി എന്ന് പറഞ്ഞാൽ മഹാവാക്യം. ഈ മഹാവാക്യ ജന്യമായി വരുന്ന ജ്ഞാനം കൊണ്ടാണ് ഈ മുക്തി ഇതിൽ വരണം. മനസ്സിലല്ലേ? ആ മഹാവാക്യം ആർക്ക് ഉപദേശിക്കും? ഉത്തമോത്തമ അധികാരികൾക്ക് ഉപദേശിക്കൂ. അല്ലാതെ അതിനുപദേശിച്ചിട്ട് അതാർക്കും വിളങ്ങാൻ പോകുന്നില്ല. ഇപ്പം ജനമഹാരാജാവിന് ഉപദേശിക്കുകയാണത്.
അത് ആ ഉപദേശമാണ് പറഞ്ഞത്. അതിൽ നീ കണ്ട പിച്ചക്കാരനും സത്യമല്ല, നീ കണ്ട രാജാവും സത്യമല്ല. കാരണം ഇത് രണ്ടിനും നീ കണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇതിൽ വെറുതെ തോന്നലുകളായിട്ടിരിക്കുന്നത് മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഇതിന് തോന്നിയ ആർക്ക്? ഇതറിഞ്ഞാര്? ഞാൻ ആരാണെന്ന് തിരക്കി ഇതിൻ്റെ മൂലം അന്വേഷിച്ച് ചെന്നാൽ നിനക്കിത് ബോധ്യപ്പെടും. ആ മൂലം അന്വേഷിച്ച് ചെല്ലണമെങ്കിൽ അതിന് 2 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, അതറിയണമെന്നുള്ള ആഗ്രഹം, ഇതിനാണ് ജിജ്ഞാസ എന്ന്. രണ്ടാമത്, ഒരു പരിധി വരെ ഈ ലോകകാര്യങ്ങളിൽ നിന്നൊക്കെ വേർപെട്ടാലേ ഇത് പറ്റൂ കേട്ടോ. അല്ലാതെ എല്ലാം കൂടെ പറ്റില്ല. തീയും വെള്ളവും കൂടെ ഒരുമിച്ച് കയ്യിലെടുക്കാൻ പറ്റില്ല, മനസ്സിലല്ലേ? പക്ഷേ നമ്മൾക്ക് പ്രാരബ്ധവശാൽ നമ്മളൊന്നും അത്ര വലിയ അധികാരികളായിട്ടൊന്നും അല്ല ഇരിക്കുന്ന ആരും. വലിയ വലിയ അധികാരികളായിട്ടുള്ളവരാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം. അവരും ചെന്ന് പറ്റിയ സ്ഥലങ്ങളിൽ അവർക്കും ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേർ എല്ലാം തിക്താനുഭവങ്ങളേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്നെല്ലാം അവർ പിടിച്ച് കയറി ഗുരു പറഞ്ഞു കൊടുത്തതിനെ കേട്ട് ഏറെക്കാലം അവിടെ വർദ്ധിച്ചപ്പോഴാണ് ശ്രീ രാമാനന്ദ ഗുരുദേവന് ജ്ഞാനം ഉണ്ടായിരിക്കുന്നത്. കണ്ണങ്കോട് സ്വാമിയാണ് ഗുരുദേവൻ്റെ ഗുരു. കണ്ണങ്കോട് സ്വാമി സമീപിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറിയാൻ എങ്ങനെയാണ്? പരമസാധ്വിയായ ഗുരുദേവൻ്റെ അമ്മ ഈ കുട്ടിയോട് അമിത സ്നേഹമാണ്. ആരുടെ? ശ്രീ രാമാനന്ദ ഗുരുദേവനോട് അമിത സ്നേഹം. ഇവർക്ക് കുടുംബത്തിൽ 5-6 കുട്ടികളുണ്ട് ഇവർക്ക്, ഈ അമ്മയ്ക്ക്. പക്ഷെ തൻ്റെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട കുഞ്ഞിനാണ് ഇങ്ങനെ വസൂരി രോഗം വന്നത്. 8 വയസ്സ് മറ്റേ ഉള്ളെന്ന് തോന്നുന്നു. അതിന് മുമ്പൊക്കെ വന്നതാണ്, എനിക്ക് അത് വ്യക്തതയില്ല. വസൂരി രോഗം വന്ന അന്നത്തെ കാലത്ത് പിന്നെ ഉപേക്ഷിച്ച് കളയാണ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ കുടുംബത്തിൽ ആരും തൊടയില്ല, കാണയില്ല, ഒന്നുമില്ല, ദൂരെ കളയും. പക്ഷേ ഈ അമ്മ ഈ കുട്ടിയെ ശുശ്രൂഷിച്ചു. ഈ അസുഖം ഭേദമായി. പക്ഷെ ഭേദമായെങ്കിലും കണ്ണ് നഷ്ടപ്പെട്ടു. വസൂരി രോഗം വന്നാൽ കണ്ണ് നഷ്ടപ്പെട്ടു, കാഴ്ച നഷ്ടപ്പെട്ടു. ഈ കുഞ്ഞ് എങ്ങനെ ജീവിക്കുക എന്നുള്ളതിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ അവർ ചിന്തിച്ചു. ഇവരെല്ലാം പണ്ടേ ഈ മുരുകഭക്തന്മാരാണ്, സുബ്രഹ്മണ്യ ഉപാസകന്മാരൊക്കെയാണ്. ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഉപാസകന്മാരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ അമ്മ ഭയങ്കരമായ ഭക്തയാണ്, പരമഭക്തയാണ് ഈ അമ്മ. ഇവിടെ കണ്ട ആ ഫോട്ടോ കണ്ട. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇനി കുട്ടി എങ്ങനെ ജീവിക്കുമെന്നുള്ളതിൽ അവർക്ക് വിഷമം തോന്നി. അത് എങ്ങനെയാണ് പരിഹരിച്ചു എന്ന് ചോദിച്ചാൽ, ഇവർക്ക് തോന്നിയത് ഈ കണ്ണങ്കോട് സ്വാമി ഇവർക്കറിയാം. അപ്പോൾ അവിടെ ഈ പിന്നെ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിളക്ക് തേക്കാനും മറ്റുമൊക്കെ ആയിട്ട് തൻ്റെ കുട്ടിയെ ഒന്ന് നിർത്തിയാൽ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞതാണ്, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി, അവൻ എല്ലാ ജോലിയും ചെയ്തോളൂ. അങ്ങനെയാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നത്. അതിന് സ്വാമി ഒരുപാട് കളിയാക്കി. ഈ കണ്ണൂടാത്ത ആളെങ്ങനെയാണ് വിളക്ക് തേക്കുന്നത്? അതൊക്കെ അത്ഭുതമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതിരിക്കട്ടെ. ഇങ്ങനെയാണ് ആ ക്രമത്തിൽ അവിടെ നിന്നു. അദ്ദേഹത്തിന് ന്യായമായ രീതിയിൽ ഈ ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഗുരുദേവനെ ശ്രീരാമാനന്ദ് അദ്ദേഹം അദ്ദേഹത്തെ ഒരു ജാതിയിൽ കുറഞ്ഞ ജാതിയാണ്, ഈ തട്ടാർ വർഗമല്ലേ. അത് പിന്നെ ഈ ജാതി വ്യവസ്ഥ വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. ആരും അടുപ്പിക്കില്ല, ദൂരെ ഇരിക്കാം, ദൂരെയൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം മറ്റു ആളുകൾക്ക് എടുക്കുന്ന ക്ലാസ് ദൂരെ ആണെങ്കിലും ആ സമയത്തൊന്ന് വിളക്ക് തേക്കാൻ അവിടെ ഇരുന്ന് കേട്ടു. അങ്ങനെയൊക്കെയാണ് ഇത് കേട്ട് മനസ്സിലാക്കിയത്. ഒടുവിൽ ഗുരുദേവൻ മനസ്സിലായി ഇവൻ ഉത്തമോത്തമ അധികാരിയാണ്. ഈ ശ്രീ രാമാനന്ദ ഉത്തമോത്തമനാണെന്ന് മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം ഉപദേശിച്ചു. മറ്റുള്ളവർക്കൊക്കെ അസൂയുണ്ടായി. ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം, അസൂയ. ഭയങ്കരമായ ഏറ്റവും കൂടുതൽ അസൂയുള്ള ഒരു രംഗം ഏതെന്നറിയാം, ഈ ആധ്യാത്മിക രംഗം. ഒരാൾ ഇത്തിരി ഇതാവും, മറ്റേയാൾക്ക് അസൂയ. ഇങ്ങനെ അസൂയയും കുശുമ്പും എല്ലാം ആയിട്ടിങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് ശ്രീ രാമാനന്ദ സ്വാമിക്ക്. അവസാനം അദ്ദേഹം അതുപോലെ നിന്ന് ആ ജ്ഞാനം കരസ്ഥമാക്കി. അതിനുശേഷമാണ് ഇങ്ങനെ ഇവിടെ വന്ന് മണ്ണൂരിൽ വന്ന് തിരിച്ച് വന്ന് അവിടെ ഒരു ചെറിയ സുബ്രഹ്മണ്യ കോവിൽ, അത് അവർ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. വന്ന് കഴിഞ്ഞ പൂജാദികൾ ചെയ്തു. കഴിഞ്ഞ വരവേ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം ഒരു സൂത്രം ചെയ്തു. എന്നുവെച്ചാൽ ഒരു അന്നദാന സത്രം ഉണ്ടാക്കി.
ഉച്ചയ്ക്ക് വിശന്ന് വരുന്നവർ ആരുണ്ടെങ്കിലും വരാം. ജാതി മതം ഭേദമൊന്നുമില്ല, ആഹാരം കൊടുത്തിരിക്കും. ഇതാണ്. അങ്ങനെ എല്ലാവരും മനസ്സിലാക്കി ഉച്ചയ്ക്ക് അതുവഴി പോകുമ്പോഴേ വിചാരിക്കുക എന്നാൽ പിന്നെ അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ പോരും. ഇങ്ങനെ വന്നാണ് കുറേ പേരെ അടുത്ത് ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഇതിനൊക്കെയാണ് അതിൽ വന്നത്. ഭക്ഷണമാണ് അദ്ദേഹം മുഖ്യമായിട്ട് ചെയ്തത്. ഇതിനെ മനസ്സിലാക്കിയിട്ട് ചിന്മയാൻ സ്വാമികളും പറഞ്ഞു, ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ നല്ല രുചികരമായ ഭക്ഷണം കൊടുത്ത് ആളുകളെ ഇഷ്ടപ്പെടുത്തി ആളുകൾ വരട്ടെ. വരുന്നവർക്ക് അവർക്ക് യോഗ്യത അനുസരിച്ച് ജ്ഞാനം വേണമെങ്കിൽ ഉപദേശിക്കാം. ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ട് വന്നതും ഇതുമായിട്ട് എന്ത് ബന്ധമെന്ന് ചേച്ചി ചോദിക്കേണ്ട. ഇതെല്ലാം ഗുരുക്കന്മാർ വഴിയുള്ള കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറഞ്ഞു ഈ ഉപാധികളും ഈ ചൈതന്യവുമായിട്ട് ഇപ്പം ജീവനെന്ന് പറഞ്ഞാൽ കലർന്ന് കിടക്കുന്ന ഒരു നിലയാണ്. ഇതാണ് ബന്ധപ്പെട്ട് കിടക്കുക. ഇത് തങ്ങളിൽ പിരിച്ചറിയാൻ ഒക്കാത്ത വിധത്തിൽ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇപ്പോഴത്തെ ഈ അജ്ഞാനം. അതെങ്ങനെ ഉപമിക്കാമെന്ന് ചോദിച്ചാൽ പാലിൽ വെണ്ണയും നെയ്യും ഒക്കെ കലർന്നിരിക്കുകയാണ്. പക്ഷേ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ടോ? വെണ്ണയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിനെ മതിച്ചാൽ, അതിനെ കടഞ്ഞാൽ ഇത് വേർതിരിച്ച് വരും. അല്ലേ? പക്ഷെ വേർതിരിഞ്ഞ് വരുന്നത് വേറെ പാലിലില്ലാത്ത ഒരു കാര്യമാണോ? പാലിലുള്ളത് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും വിസിബിളായി. പക്ഷെ മതിച്ച് കഴിഞ്ഞാൽ ആ വെണ്ണ വേർതിരിഞ്ഞ് വരും. പിന്നെ വെണ്ണ ഒരിക്കലും നെയ്യാവണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അനുസ്യൂതമായിട്ട് ഈ പാലിൽ ഇരുന്നത് തന്നെയാണ് ഈ വെണ്ണ. ഈ വാസ്തവത്തിൽ ഈ വെണ്ണയാണ് സത്യം, അല്ലെ നെയ്യാണ് സത്യം. ഇനി പോട്ടെ, ഇതിൽ നിന്ന് കടഞ്ഞെടുത്തതിന് ശേഷം, പിരിച്ചറിഞ്ഞതിന് ശേഷം ഈ വെണ്ണയെ പാലിൽ കലർത്താൻ പഴയ പോലെ പാലാക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഈ കലരുന്ന ഇതിനകത്ത് ഇരുന്നതാണെങ്കിൽ ഇതിനെ പിരിച്ചാൽ പിന്നെ ഇത് കലരില്ല. ഇതുപോലെയാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യ മാത്രത്തെ ഒരാൾ പിരിച്ചറിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ചേരും. ഒരു കാരണവശാലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് ജ്ഞാനികൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു തോന്നലുകളായിട്ടിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത് ഇതെല്ലാം വെറും സ്വപ്ന സന്നിഭമാണ് ഈ ലോകം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇതൊരു ഈശ്വര സൃഷ്ടിയാണിത്. ഇതൊരു മായാ പ്രപഞ്ചമാണിത്. എന്തിനാണ് ഈശ്വര ഈ സൃഷ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ ജീവന്മാർ, സുഷുപ്തിയിലിരിക്കുന്ന ജീവന്മാർക്ക് മോക്ഷമടയിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ തനുകരണങ്ങൾ കൊടുത്തു ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്തു എന്നാണ്. പ്രപഞ്ച രചന, സൃഷ്ടി എന്ന് വെച്ചാൽ അറിയാലേ, ഉണ്ടാക്കലാണ് അല്ലേ? ഒരു സംഭവത്തെ ഉണ്ടാക്കുകയാണ്. അതിനത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അനുസ്യൂതമായതിൽ ഇരുന്ന ഗുണങ്ങളെ എടുത്ത് വേർതിരിച്ച് കൊണ്ടുവന്നു. അതിൽ ആ ഗുണങ്ങളെല്ലാം കൂടെ ചേർന്ന് കോമ്പൗണ്ടായിട്ടിരിക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇതിനെ സ്ഥൂലീകരിച്ചതാണ് ഈ പ്രപഞ്ചമായിട്ട് പോയിരിക്കുന്നത്. ഇതെല്ലാം വ്യക്തമായിട്ട് ഈ ശാസ്ത്രം നമുക്ക് തരുന്ന അറിവാണ്. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഈ ശരീരം, ഈ ലോകമൊക്കെ ഒന്ന് തന്നെ. ശരീരം ഈ ലോകത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടതല്ല. ഈ പഞ്ചഭൂതാത്മകമായിരിക്കുകയാണ് ഈ ലോകം. ഇത് തന്നെയാണ് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ദേഹവും. ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. നോക്കണം, ഇതിന് നമുക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം നമ്മൾ വിചാരിച്ച രോഗങ്ങൾ വരുന്നു, വിഷമങ്ങൾ വരുന്നു. ഇത് നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? വലിയ വൈദ്യന്മാർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാര്യം ഇത് ഭഗവാന്റെ സൃഷ്ടിയാണ്. ഈ ടൂൾ എന്തിനാണ് ഭഗവാൻ തന്നിരിക്കുന്നതെന്ന് വളരെ സൂക്ഷിച്ച് നിരീക്ഷിച്ചിട്ട് മഹത്തുക്കൾ പറഞ്ഞു, ഇതിലിരുന്നു കൊണ്ട് മുക്തി അടയാം. ഇതിലിരുന്നു കൊണ്ട് ഈ ലോകത്ത് ഇതെല്ലാം ഈ വിവേകത്തോടു കൂടി നിന്ന് മുക്തി അടയാമെന്നിവിടെ. കാരണം ഈ ലോകം ഭഗവാൻ നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? സുഷുപ്തി കിടന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കാനേ പറ്റും, അങ്ങനെ ഇരിക്കാനേ പറ്റൂ. അതിൽ നിന്ന് ഭഗവാൻ ഉണർത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഉണർത്തിയിരിക്കുകയാണ്. ജാഗ്രത എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഭഗവാൻ പൂർണ്ണമായി ഉണർത്തിയിരിക്കണം നമ്മളെ. പക്ഷേ എന്നാലും നമ്മുടെ വാസനാഗതമായ സുഷുപ്തി ഇതിലിരിക്കുകയാണ്. അതിനാണ് മയക്കം. ആ മയക്കത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് മയങ്ങണമെന്നറിയോ? പക്ഷേ എൻ്റെ കുട്ടിയെന്ന് പറയുന്നത് മയങ്ങയാണ് ചെയ്യുന്നത്. എൻ്റെ കുട്ടി അപ്പം ഓരോന്നിലും മയങ്ങയാണ് ചെയ്യുന്നത് അല്ലേ? മയക്കം എന്ന് വെച്ചാൽ അർത്ഥം വിവേകം നഷ്ടപ്പെട്ട്, വിചാരം നഷ്ടപ്പെട്ട്, സുഷുപ്തി പണ്ടിരുന്ന പോലെ ഇരിക്കുന്ന നിലയാണ് ഈ പറഞ്ഞത്. പണ്ടിരുന്നല്ലേ
പണ്ട് അങ്ങനെയാണ് ഇരുന്നത്. അതിന് ഈശ്വരൻ ഉണർത്തി വിട്ടിരിക്കുകയാണ്. തനുകരണങ്ങൾ കൊടുത്ത് ഉണർത്തി വിട്ടേക്കുന്നത് എന്തിനാണ്? മുക്തി അടഞ്ഞ് വരട്ടെ. ഈ അനാദിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ജീവന്മാരെ മുക്തിയടയ്ക്കാനായിട്ട് തനുകരണങ്ങൾ കൊടുത്ത് ഈ ലോക സൃഷ്ടി ചെയ്ത് ഈശ്വരൻ ജ്ഞാനോപദേശം ചെയ്തു. അതാണ് അദ്ദേഹം ഇത് കൊടുത്ത് എല്ലാവരെയും പ്രബുദ്ധരാക്കി. ഇതിൽ ഭക്ഷണം, വായു, ഇതെല്ലാം വാസ്തവത്തിൽ എന്തിനാണ്? ഇവിടെ ഉണർത്തി നിർത്തിയിരിക്കുന്ന ഫാക്ടേഴ്സാണ്. എന്നിട്ടോ ആ ഉണർവിൽ നമുക്കെപ്പോഴും മയക്കം സംഭവിക്കുന്നുണ്ട്. ആ മയക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടി വേദം കൊടുത്തിരിക്കുകയാണ്. വേദം എന്താണ്? ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. ആ വിവേകത്തെ ഉപദേശിച്ചു. ശാസ്ത്രം നിൽക്കുക. ഈ രണ്ടും കൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായ മുക്തി കൈവരും. ഇതാണ് ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഫാക്ടർ പോലും പറയാൻ പറ്റിയിട്ടില്ല. അതിന് പിന്നെ ജാച്ചിയുടെ 2:30 വന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഉദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണ്ഡപ ഉദ്ദേശ പ്രസീത കരുണാദിതേ ദീർഘദണ്ഡ നമസ്കാരം എന്നുള്ള ജോഗുരുശല്യതോ ശരീരമർത്ഥം കാണുന്നു.